പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഈ പ്രഭാതത്തിൽ ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവരും ബലപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം ഈ ആഴ്ച കൊണ്ട് തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത ആഴ്ചയിൽ ഒരു പുതിയ പുസ്തകം നമ്മൾക്ക് ആരംഭിക്കണം. ഏതായാലും ഓരോ മീറ്റിംഗ് കഴിയുന്തോറും, ഓരോ പ്രാർത്ഥന കഴിയുന്തോറും നമ്മുടെ കൃപയും ബലവും ശക്തിയും സമാധാനവും വർദ്ധിക്കുന്നു എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പുതിയ പുതിയ ബന്ധങ്ങൾ ജീസസ് എവരിഡേയിലൂടെ എനിക്ക് ലഭിക്കുന്നു. എവിടെ ചെന്നാലും, ഏത് നാട്ടിൽ ചെന്നാലും പറയും, ഞങ്ങളെല്ലാ ദിവസവും കാണുന്ന ഒരു പ്രോഗ്രാമാണ് എന്ന് പറയുന്ന അനേക വിലപ്പെട്ട ദൈവദാസന്മാരെ കണ്ടു. അതും വലിയൊരു പദവിയായിട്ട് ഞാൻ കാണുന്നു. നിങ്ങൾ കാണിക്കുന്ന നല്ല സഹകരണം ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വലിയ പ്രോത്സാഹനങ്ങൾ തരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. നിങ്ങളാണ് ഈ പ്രാർത്ഥനയെ, ഈ രാവിലെ പ്രാർത്ഥനയെ നിലനിർത്തുന്നവർ. നിങ്ങളെ പ്രോത്സാഹന വാക്കുകൾ ഞങ്ങൾക്ക് വലിയ വലിയ ഉന്മേഷം പകർന്നു തരുന്നു. ഇനിയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാം കർത്താവിൻ്റെ വരവ് വരെ കൊണ്ടുപോകാൻ ദൈവം അതിനുള്ള വഴികൾ തുറന്നു തരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലെ 28-ാം അധ്യായത്തിലേക്ക് വരാം. നമ്മൾ 2 ദിവസം തിങ്കളും ചൊവ്വയും ചിന്തിച്ചത് 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് നമ്മൾ എൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. 7 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ. അതെങ്ങനെയാണ്? പൗലോസ് ഒക്കെ പാമ്പിൻ്റെ കടിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു വന്ന് അവനൊരു ദേവനാണെന്നൊക്കെ പറയുന്ന ആ കാര്യം കഴിഞ്ഞ് 7-ാം വാക്യം മുതൽ, ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. 276 പേർക്ക് അതിഥി സൽക്കാരം ചെയ്യണമെങ്കിൽ നല്ല ചെലവുണ്ട്. അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരാൾക്കേ കഴിയൂ. പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവച്ചു, സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. അപ്പോൾ ആരംഭം ഒരു കഷ്ടതയായിരുന്നെങ്കിലും അടുത്ത ഘട്ടം ആ ദ്വീപിൽ അവർക്ക് ഒരു അനുഗ്രഹമായി മാറി. അത് വെറുതെ അല്ല, പ്രാർത്ഥിക്കുന്ന ദൈവകൃപയുള്ള പരിശുദ്ധാത്മാവുള്ള യേശുവിൽ നിറഞ്ഞ ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ള ഒരാൾ നിമിത്തമാണ് മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്. ആ ദ്വീപിൽ ദ്വീപ് പ്രമാണിയുടെ അപ്പൻ പനിയും ലൂസ് മോഷനുമായിട്ട് കിടപ്പ. അപ്പനാണ്, പ്രായം ഒത്തിരി ഉണ്ട്, രക്ഷപ്പെടാനുള്ള സാധ്യതയൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ആയിരിക്കാം. പൗലോസ് അടുത്ത് ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി. ആ ദ്വീപിൽ ആദ്യമായിട്ട് യേശുവിൻ്റെ നാമം പറയാൻ പൗലോസിന് ഒരു ചാൻസ് കിട്ടി. പൗലോസ് ആ വാക്ക് പറയലും ഈ പ്രായമുള്ള പിതാവ് സൗഖ്യമായി. അതൊരു വലിയ വാർത്തയായി. ദ്വീപ് മുഴുവനും പരന്നു. എന്താ പരന്നത്? കടലിൽ നിന്ന് രക്ഷപ്പെട്ടു, പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട്, വലിയ അണലിയുടെ വിഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ കൈവെക്കുമ്പോൾ ജനങ്ങൾ സൗഖ്യമാകുന്നു. എത്ര വലിയ രോഗവും സൗഖ്യമാകുന്നു. ആ ദ്വീപ് മുഴുവനും കൊടുങ്കാറ്റ് പോലെ ഈ വാർത്ത പരന്നു. ദ്വീപിലുള്ളവരെല്ലാം അവരുടെ രോഗികളെ മുഴുവനും ആശുപത്രിയിലോട്ടല്ല കൊണ്ടുപോകുന്നത്,
നേരെ പൗലോസിന്റെ അടുക്കിലേക്ക് വരികയും അവിടെ നമ്മൾ വായിക്കുന്നത്, ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. ഇപ്പോൾ ജനങ്ങൾ 275 പേരെ ശ്രദ്ധിക്കുന്നില്ല, കപ്പലുടമസ്ഥനെ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് കപ്പലുടമസ്ഥനെയല്ല വേണ്ടത്, അവർക്ക് കപ്പലിലെ ക്യാപ്റ്റനെ അല്ല വേണ്ടത്, ശതാധിപനെ അവർക്ക് ആവശ്യമില്ല, വാളും പരിചയമൊക്കെ ഉള്ള പട്ടാളക്കാരും അവർക്ക് വിഷയമല്ല. അവർക്ക് വേണ്ടത് വിടുതലാണ്. അത് ഒരുവന്റെ കയ്യിലുണ്ട്, അത് പൗലോസിന്റെ കയ്യിലാണ്. ജനങ്ങളെല്ലാം പൗലോസിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു, പൗലോസിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു, പൗലോസിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുന്നു. പൗലോസ് അവരോട്, എഴുന്നേക്ക്, യേശുവിന് നന്ദി പറ, യേശുവാണത് ചെയ്തത്. എന്തിനേറെ പറയണം, ആ ദ്വീപിലുള്ള സകല രോഗികളും സൗഖ്യമായി. ഒന്നുകൂടി പറഞ്ഞാൽ, ആ ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യമായി. അതായത് ആ ദ്വീപിൽ രോഗികളില്ല. ഇപ്പോൾ പ്രശ്നം ഇതാണ്, അവിടുത്തെ ആശുപത്രികളെല്ലാം അടച്ചുപൂട്ടി കാണും. അവിടുത്തെ വൈദ്യന്മാർക്ക്, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ജോലിയില്ലാതെയായി. രോഗികളില്ല, എല്ലാവരും ഇവിടെ വന്ന് സൗഖ്യമായി. ഈ സൗഖ്യം കണ്ടപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും ഇത് കാണാൻ വന്നു കൂടി കാണും. മാത്രമല്ല, ഈ രോഗികൾ മാത്രമല്ലല്ലോ വരുന്നത്, ഇങ്ങനൊരു മനുഷ്യനെ കാണാൻ ആ ദ്വീപിലുള്ള എല്ലാവരും വന്നു. സാധാരണക്കാർ വന്നു, ഇടത്തരക്കാർ വന്നു, വലിയ സമ്പന്നര് വന്നു. നോക്കുമ്പോൾ തൊടുന്നവരെല്ലാം സൗഖ്യമാകുന്നു. സംഭവിച്ചത്, വലിയ ഗിഫ്റ്റുകൾ പൗലോസിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. 275 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട യാതൊരു കാര്യവും അവർക്കില്ല. എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാം. എന്നാൽ അവിടെ ഗിഫ്റ്റുകൾ കിട്ടിയത്, വലിയ സമ്മാനങ്ങൾ കിട്ടിയത്, വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളൊക്കെ പൗലോസ് നിസ്സാരമായി കൈകാര്യം ചെയ്തു. കാഴ്ച പ്രശ്നം, കേൾവി പ്രശ്നം, വർഷങ്ങളായിട്ട് നടക്കാത്ത പ്രശ്നം, കട്ടിലയിൽ വർഷങ്ങളായി കിടക്കുന്ന ഭർത്താവ് സൗഖ്യമായി. ഡോക്ടർമാർ 3 ആഴ്ചയും 2 ആഴ്ചയും പറഞ്ഞ രോഗി സൗഖ്യമായി. ഇനിയൊരു ഭാവി ഇല്ലെന്ന് പറഞ്ഞ യൗവനക്കാരൻ സൗഖ്യമായി. എല്ലാ പ്രായക്കാരെയും അങ്ങോട്ട് കൂട്ടമായിട്ട് സൗഖ്യമാക്കി. ജനിച്ച കുഞ്ഞ് മാറാ വ്യാധി പിടിച്ചത് ഉടനെ ചാകും, എന്നാൽ പൗലോസ് സൗഖ്യമാക്കി. ഇങ്ങനൊരു അത്ഭുത സംഭവം മാൾട്ട ദ്വീപിൽ സംഭവിച്ചു. അതിന് വേണ്ടിയാണ് ദൈവം ആ ഡയറക്ഷനിലേക്ക് ഈ കപ്പലിനെ വിട്ടത്. മാൾട്ട ദ്വീപിനോട് ദൈവത്തിനൊരു നീതി ഉണ്ടായിരുന്നു. നിനവെ പട്ടണത്തിലേക്ക് യോനായെ തിരിച്ചുവിട്ടതുപോലെ ഈ കപ്പലിനെ കൊടുങ്കാറ്റിലൂടെ മാൾട്ടയുടെ തീരത്തേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഇതാണ് ദൈവത്തിന്റെ പ്ലാനുകൾ. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. പൗലോസേ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. നിനക്ക് വലിയ ധൃതിയുണ്ടോ? പ്രത്യേകിച്ച് ധൃതിയൊന്നുമില്ല. എന്നോട് ചിലർ പറയൂ, പാസ്റ്റർ ഭയങ്കര തിരക്കല്ലേ. ചിലർ പറയും, ബ്രദർ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് ഒന്ന് ഫോൺ വിളിക്കാത്തത്. ബ്രദർ ഭയങ്കര തിരക്കല്ലേ. ഓ, എന്തൊരു തിരക്കാ, എല്ലാ ദിവസവും പ്രോഗ്രാം, യാത്ര. സത്യം പറയട്ടെ, ഒരു തിരക്കുമില്ല, ചുമ്മാ ഇരിക്കുകയാണ്. തിരക്കുള്ളവരെ കണ്ടിട്ട് അതിശയിച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. 23-ാമത്തെ വയസ്സിൽ വരെ തിരക്കായിരുന്നു. സുവിശേഷ വേലക്ക് ഇറങ്ങി, തിരക്കൊന്നുമില്ല. ദൈവമാക്കിയ സ്ഥലത്ത് ഇരിക്കും, ദൈവം കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവരും, ദൈവമായിട്ട് കണക്ട് ചെയ്യേണ്ടവരെ കണക്ട് ചെയ്യപ്പെടും. ഇതല്ലാതെ ഈ പറഞ്ഞ വലിയ തിരക്കൊന്നും എന്നെ സംബന്ധിച്ച് ഇന്ന് വരെ എനിക്കുണ്ടായിട്ടില്ല. എങ്കിലും എല്ലാവരും പറയും ഭയങ്കര തിരക്കുള്ള ഒരാളാണ്, ചുമ്മാതാ. പിന്നെ നിങ്ങളൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ചില സമയത്ത്, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിലും
നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ തിരിച്ചു വിളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വിളിക്കാനേ ഉള്ളൂ. പൗലോസിന് വലിയ തിരക്കൊന്നുമില്ല. കൈസറുടെ മുമ്പിൽ ഇത്രാം തീയതി ഇത്ര മണിക്ക് നിൽക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കൈസറുടെ മുമ്പിൽ ഒരു ദിവസം നിൽക്കണം. ദൈവം അയക്കുന്ന വഴിയിലൂടെ പോകണം. ദൈവം ഏത് ഡയറക്ഷനിലേക്ക് വിടുന്നോ അതിലേ പോകണം. ഇങ്ങനൊരു ജീവിതം നമുക്കുണ്ടായിരുന്നെങ്കിൽ, ദൈവിക പദ്ധതിയിൽ നമ്മളൊന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ. തിരക്കുകൾ ഉണ്ടാകുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി കിടന്ന് ബന്ധപ്പെടുന്നു. അതാണ് തിരക്ക്. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ഇരുന്ന് ദൈവം കൊണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ നമുക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും കുടുംബജീവിതം നയിക്കാനും പിള്ളേരെ പഠിപ്പിക്കാനും പിള്ളേരുടെ കൂടെ കളിക്കാനും അത്യാവശ്യം ഒരു ടൂർ പോകാനൊക്കെ സമയം ഉണ്ടാകുമെന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന പല ദൈവദാസന്മാർക്കും അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ദിവസം ഏതാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കില്ല പലർക്കും. എനിക്കൊരു ദിവസമുണ്ട്. കുടുംബത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ ഒരു ദിവസം ആഴ്ചയിൽ വേണം. എവിടെ സമയം? ഒട്ടും നേരമില്ല, ചുമ്മാതാ. എന്നിട്ട് എന്നാ നേടി? കുറെ കാശുണ്ടാക്കിയത് കൊണ്ട് ജീവിതമായോ? ഇല്ല. ജീവിതം ഓരോ ദിവസവും ആസ്വദിക്കണം. ഇതാ മാൾട്ട ദ്വീപിൽ പൗലോസ് തൻ്റെ ശുശ്രൂഷ തുടരുകയാണ്. കൃപയുള്ളവൻ എവിടെ ചെന്നാലും തിരക്കാ. അവന് ചെയ്യാനുള്ള കാര്യം അവിടെയുണ്ട്. മാൾട്ട ദ്വീപിൽ കപ്പൽ ഉടമസ്ഥന് ഒരു പണിയില്ല, ക്യാപ്റ്റന് ഒരു പണിയില്ല, ശതാധിപന് ഒരു പണിയില്ല, പട്ടാളക്കാർക്ക് ഒരു പണിയില്ല. ഇതാ പൗലോസിന് അവിടെ ചെന്നാലും ദിവസവും പല്ല് തേക്കുന്ന പോലെ ദിനചര്യ പോലെ അവന്റെ ശുശ്രൂഷയ്ക്ക് ഒരു ഭംഗുമില്ല. എവിടെ ചെന്നാലും ഇത്രയും രസകരമായ മറ്റുള്ളവരുടെ വിടുതൽ കാണാനും മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാനും പറ്റുന്ന ഒരു വേലയല്ലേ കർത്താവിൻ്റെ വേല. ഈ വേല ചെയ്യാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? നിങ്ങൾ രക്ഷിക്കപ്പെട്ട യേശുവിൻ്റെ പൈതലാണെങ്കിൽ നിങ്ങൾ ഈ വേല ആഗ്രഹിക്കണം. കർത്താവിൻ്റെ വേല വളരെ ആവേശത്തോടെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ച് എനിക്കും ഈ വേല ചെയ്യണം കർത്താവേ എന്ന് പറയണം. ശരിക്കു പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് എന്താണെന്ന് ഞാൻ കർത്താവിലോട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത്. അതിനു മുമ്പ് സ്പോർട്സ് പല പരിപാടികളിലൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ ജീവിതം തന്നെ ഒരു ആസ്വാദ്യവും ആനന്ദവുമായി മാറി. ഇപ്പോൾ പറയാനുള്ളത്, പൗലോസേ, വൈകിയെങ്കിലും ഒത്തിരി പേർക്ക് അതൊരു വിടുതലായില്ലേ? പൗലോസ് പറയും, അതെ, വൈകിയത് കൊണ്ട് എത്രയോ പേർക്ക് സൗഖ്യമായി, എത്രയോ പേര് യേശുവിനെ അറിഞ്ഞു. എല്ലാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണ്. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിലെ മറ്റുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങൾ ധ്യാനിക്കണം. അപ്പോസ്തലപ്രവൃത്തി തീർന്നു പോകുന്നതിൽ വിഷമിക്കേണ്ട. ഇനി വരുന്ന പുസ്തകങ്ങളും എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണ്. ദൈവം എല്ലാ വാക്യങ്ങളിലൂടെയും നമ്മോട് സംസാരിക്കും. നമുക്ക് ബലപ്പെടാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന മനോഹരമായ ഈ ധ്യാനങ്ങൾക്കായി നന്ദി. സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായും ജീവിതം ആസ്വാദ്യമായും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് കാരണമായും തീരത്തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിന് നേരെ വരുന്ന കൊടുങ്കാറ്റുകളും വേദനകളും എല്ലാം അങ്ങ് നന്മയാക്കി മാറ്റുന്നതിനായി നന്ദി. എല്ലാ സങ്കടങ്ങളും നന്മയായി തീരട്ടെ. മറ്റുള്ളവർ മാനിക്കുന്ന, പ്രശംസിക്കുന്ന, അഭിനന്ദിക്കുന്ന മാന്യതയുടെ സമയം ഓരോ വ്യക്തികൾക്കും പൗലോസിനെ പോലെ ഉണ്ടാകട്ടെ. ഓരോ വേദനകളിലും പ്രാർത്ഥിച്ച് കൃപകൾ ജ്വലിക്കട്ടെ. കർത്താവ് അത് ചെയ്യണം. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. കുട്ടികളുടെ പരീക്ഷകൾ വിജയമാകട്ടെ. പഠനത്തിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഏകാഗ്രതയുണ്ടാകട്ടെ. മാതാപിതാക്കൾ ഈ സീസണിൽ കുട്ടികളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ വലിയ ടെൻഷനിലാണല്ലോ.
അവർക്കെല്ലാം സ്വസ്ഥതയുണ്ടാകും. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനമുണ്ടാകും. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിവസമാണ്. രാവിലെ 10:30 പ്രൈസ് ജനറേഷനിൽ വെച്ച് ഈ പ്രാർത്ഥന തുടരുന്നു. നേരിട്ട് കടന്നു വന്നാൽ കൂടുതൽ നേരം ദൈവവചനം ധ്യാനിപ്പാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും കർത്താവ് കൃപ തരും. നാളെ ഇതേ സമയത്ത് നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ പിൻഗമിച്ചാൽ ആനന്ദം നിത്യമാകും. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ പിൻഗമിച്ചാൽ ആനന്ദം നിത്യമാകും. പൊൻവെള്ളിയെ ശ്രേഷ്ഠനായ സൂര്യതേജോമയ വെണ്മവസ്ത്രധാരിയായ യേശു തമ്പുരാനെ ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനെ തേടി നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റത് എന്റെ രക്ഷയ്ക്കായി. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതെല്ലാം എന്റെ രക്ഷയ്ക്കായി. അതുകൊണ്ട് എന്നെ തന്റെ യാഗമായി തിരുമുൻപിലകിടുന്നു. വേറെയൊന്നും നൽകാനില്ല. ഞാനെന്നും നിന്റേതല്ലേ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. യേശു തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. യേശു ഒന്ന് ധ്യാനിച്ചട്ടെ. യേശു ഭയങ്കര വേദനയിലൂടെ പോയപ്പോഴും നമ്മയാണ് ഓർത്തത്. നമുക്കറിയാം, നമുക്കെന്തെങ്കിലും ഒരു വേദന വന്നാൽ നാം ചുറ്റുപാട് മറക്കും, ദൈവത്തെ മറക്കും, നമ്മുടെ വേദനയായിരിക്കും നമ്മുടെ ഫോക്കസ്. പക്ഷേ യേശുവിൻ്റെ വേദനയുടെ നടുവിൽ യേശു ആ സഹിച്ച വേദന പോലെ ആരും സഹിച്ചിട്ടില്ല. നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെയൊന്നുമല്ല, അതിലുപരിയാണ്. എന്നിട്ട് നമ്മെ ഓർത്തു, നമ്മെ തേടി,
നമ്മെ തിരഞ്ഞു. നമ്മെ ഇതുപോലെ വിലയേറിയതായി കാണുന്ന ഒരുവനുണ്ടെങ്കിൽ എൻ്റെ യേശു മാത്രമാണ്. 99 വിട്ടിട്ട് ഒന്നിനെ തേടി വരുന്നവനാണ് എൻ്റെ യേശു. ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നവനാണ് എൻ്റെ യേശു. താങ്ക് യു ഗാഡ്. അത് ധ്യാനിച്ചുകൊണ്ടൊന്ന് പാടിയാട്ടെ. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ ഏറ്റതല്ല എൻ്റെ രക്ഷയ്ക്കായി, എൻ്റെ രക്ഷയ്ക്കായി. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ ഏറ്റതല്ല എൻ്റെ രക്ഷയ്ക്കായി. യേശുവേ